ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കൊരു പഴനി വ്ളോഗ് ആവാമല്ലേ. അത് കുട്ടീന് ഒരു വയസ്സുള്ളപ്പോൾ നമുക്ക് പഴനിയിൽ പോയി മുട്ട അടിക്കാമെന്ന് നേർന്നിട്ടുള്ളതാണ്. അപ്പോൾ 2 വട്ടമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ അത് നടക്കുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഞായറാഴ്ച വൈകുന്നേരം എന്ന് പറഞ്ഞാൽ രാത്രി ഒരു 12:15 പോവാം എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മൾ ബസ് ബുക്ക് ചെയ്തത് ടൈം ഒന്ന് മാറിപ്പോയി. ഈ ഞായറാഴ്ച രാത്രി എന്നുള്ളത് ഞായറാഴ്ച ഉച്ചയ്ക്കായി. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് ബസ് കയറി ടൗണിലെത്തി, ഓട്ടോ ഒക്കെ വിളിച്ച് KSRTC സ്റ്റാൻഡിലെത്തി. 12:15 ബസ് വന്നു കേട്ടോ. ബസ് വരാൻ 12:15 കുറച്ച് കഴിഞ്ഞു, 12:20 ആയി. അപ്പോൾ നമ്മളവിടെ KSRTC സ്റ്റാൻഡിൽ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്തു. അങ്ങനെ ബസ് വന്നപ്പോൾ ബസ്സൊക്കെ കയറി നമ്മൾ നമ്മുടെ പഴനിക്കുള്ള യാത്ര തുടർന്നു. അതുകൂട്ടൻ കുറച്ച് അലമ്പായിരുന്നു. കാരണം അവനിപ്പം ഓടി ഓടി നടക്കണം. ഇപ്പോൾ അങ്ങനെ അടങ്ങിയ ഒരുത്തിലിരിക്കില്ല. അപ്പം അത് കാരണം അവൻ കുറച്ച് അലമ്പായിരുന്നു. വാശി എന്ന് പറഞ്ഞാൽ കരച്ചിലൊന്നുമല്ല, അവനിങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടണം. അങ്ങനെയായിരുന്നു. കുറച്ച് നേരമൊക്കെ ഉറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പൊള്ളാച്ചിയൊക്കെ എത്തിയപ്പോൾ അവിടെ നമ്മൾ ബസ് ഇറങ്ങി ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും ബസ് എടുത്തു. ഒരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പൊള്ളാച്ചി 3:30 ആയിട്ടുണ്ടാവും പൊള്ളാച്ചി എത്തി ഫുഡ് കഴിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ 5 മണിയായപ്പോൾ പഴനി എത്തി കേട്ടോ. പഴനി എത്തിയതും നമ്മൾ റൂം എടുത്ത് നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ച് അങ്ങനെ നേരെ നമ്മൾ മുട്ടയടിക്കാനായിട്ട് പോയി. മുട്ടയടിച്ച് കഴിഞ്ഞ് കുളിച്ച് നമ്മൾ ഒരു 6:30 ടൈമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ പഴനിമല കയറി കേട്ടോ. അത് കുട്ടിയുടെ മുടി കണ്ടപ്പോൾ എനിക്ക് ചെറിയ വിഷമമായി. എന്നാലും പിന്നെ ഞാൻ തന്നെ നേർന്നതാണ്. പിന്നെ മുട്ടയടിച്ചപ്പോൾ ഒരു കുഞ്ഞു മുഖമായിട്ടോ. അത് കഴിഞ്ഞ് ഞാനും ചേട്ടനും മുട്ടയടിച്ചു. ഞങ്ങൾ 3 പേരും മുട്ടയടിക്കാമെന്നാണ് നേർന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ മുടി കുറച്ച് നീളമുള്ള മുടിയായിരുന്നു. മുടി പോയപ്പോൾ എനിക്ക് വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ വിഷമമുണ്ട്. പിന്നെ ഞാൻ തന്നെ നേർന്നതല്ലേ, അപ്പോൾ അത് കാരണം കുഴപ്പമില്ല. പിന്നെ നമ്മൾ മുട്ടയൊക്കെ അടിച്ച് ചെന്ന് കുളിച്ച് ഫ്രഷായി നമ്മൾ പഴനിമലയൊക്കെ കയറി. അങ്ങനെ വലിയ തിരക്കുണ്ടായിരുന്നില്ല, വിചാരിച്ചത്ര തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. സുഖമായിട്ട് തൊഴാനൊക്കെ പറ്റി. നല്ല രീതിക്ക് മുരുകനെ കണ്ട് തൊഴുത് പോന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ അതുകൂടെ കളിക്കാനും അങ്ങനെ ഓരോന്നൊക്കെ മേടിച്ചൊക്കെ റൂമിലെത്തിയപ്പോൾ 10 മണിയായി. അപ്പോൾ ലാസ്റ്റ് ബസ് 10 മണിക്കായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ അന്ന് രാത്രി തന്നെ തിരിച്ചു പോകുന്നില്ല. പിറ്റേ ദിവസം പിന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക് അങ്ങാണ്ടായിരുന്നു ബസ്. അപ്പോൾ 1 മണിക്കുള്ള ബസ് നമ്മൾ ബുക്ക് ചെയ്തു. അതുകൂട്ടൻ രാത്രി ഉറക്കേ ഉണ്ടായിരുന്നില്ല. അവന് സ്ഥലം മാറിയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവന് രാത്രി ഉറക്കേ ഉണ്ടായിരുന്നില്ല, ഉറക്കിയിട്ടേ ഇല്ല. അപ്പോൾ രാവിലെ കുറച്ച് ലേറ്റായി നമ്മൾ എഴുന്നേറ്റ് അങ്ങനെ ഫ്രഷായി നമ്മൾ പോയി ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ മസാല ദോശയൊക്കെ കഴിച്ചു. പഴനിമല ഇറങ്ങിയപ്പോഴും നമ്മൾ ആദ്യം വന്ന് മസാല ദോശ കഴിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മസാല ദോശയൊക്കെ രാവിലെ കഴിച്ച് നമ്മൾ റൂമിൽ വന്ന് കുറച്ച് നേരമൊക്കെ നമ്മൾ റെസ്റ്റ് ചെയ്തു, സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ തിരിച്ച് നമ്മൾ വരുമ്പോൾ 3 മുട്ടകൾ ഫാമിലി മുട്ടയായിട്ടാണ് നമ്മൾ തിരിച്ച് വന്നത്. അപ്പോൾ തിരിച്ച് വരാനായിട്ട് നമ്മൾ ബസ് കയറിയപ്പോൾ അതുകൂടെ വലിയ വാശി ഉണ്ടായിരുന്നില്ല. തലേന്നൊന്നും വലിയ ഉറക്കമില്ല, അതുകൊണ്ട് അവന് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ബസ് കയറിയപ്പോൾ തൊട്ട് നമ്മൾ പട്ടിക്കാട് എത്തണ വരെ അതുകൂട്ടനെ ഉറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ പഴനി വ്ളോഗ്.